ശ്രീമതി സജിത മഠത്തിൽ ഇപ്പോൾ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട എന്ന് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് പറയുന്നു. മുമ്പും കേസുകൾ കണ്ടിട്ടുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നു. ശരിയാണ്, ഒരു പ്രമാദമായ കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരുന്നു. ആ നടപടികൾക്ക് ശേഷം അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുകയാണ് ചെയ്തത്, വെറുതെ വിടുകയാണ് ചെയ്തത്. കേസ് പരാജയപ്പെട്ടു. നമുക്കറിയാം, ഈ ഡ്രഗ് അബ്യൂസിനെ പറ്റി, സിനിമാ മേഖലയിലെ ഡ്രഗ് അബ്യൂസിനെ പറ്റി മൾട്ടിപ്പിൾ പരാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയും ഒരു ആക്ഷനും അർത്ഥപൂർണമായി ഉണ്ടായിട്ടില്ല. ചില റെയ്ഡുകളും മറ്റുമൊക്കെ ഉണ്ടായതിനപ്പുറത്ത് ഇപ്പോൾ നാളെ ഷൈൻ ടോം ചാക്കോ പോലീസിൽ ഹാജരാകുന്നു, അതിനുശേഷം IC-യിൽ ഹാജരാകുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് സിനിമാ മേഖലയിൽ എന്തെങ്കിലും മാറ്റം, അവിടുത്തെ തൊഴിൽ സുരക്ഷിതത്വം സംബന്ധിച്ച എന്തെങ്കിലും മാറ്റം ഈ പറയുന്ന ബഹളങ്ങൾക്കൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാനിപ്പോ വേറെ രീതിയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പം ഇങ്ങനൊരു ഇഷ്യൂ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കാര്യം ഗൗരവമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പെൺകുട്ടിയുടെ ധൈര്യം കൊണ്ടാണ്, ആ പെൺകുട്ടി കൊടുത്ത പരാതി കൊണ്ടാണ്. അങ്ങനെ ഒരു പരാതി ഇതുവരെ ആരും കൊടുത്തിട്ടില്ലെങ്കിൽ അത് സിനിമാ മേഖലയിൽ ചെറിയ പ്രോബ്ലം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കുട്ടിയുടെ ധൈര്യമാണ് നമ്മൾ ഇത്തരം ഒരു ചർച്ചയ്ക്ക് കാരണമാക്കിയത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒന്ന്, ഇൻഡസ്ട്രിയുടെ അകത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗൗരവപ്പെട്ട രീതിയിൽ തന്നെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതി അവൾ പുറത്ത് പറഞ്ഞപ്പോൾ അത് IC-യിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആദ്യം നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് IC-യിലാണ്. IC-യുടെ മുകളിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. IC-യിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ട് അതിന്റെ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മോണിറ്ററിംഗ് കമ്മിറ്റി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് IC-യിലും അതേപോലെ തന്നെ സജിത മഠത്തിൽ അവിടെ ഉണ്ടാവുന്ന ഒരു സംശയം, പരാതിയിൽ, അതായത് രേഖാമൂലമുള്ള ഒരു പരാതിയുമായി വിൻസി അലോഷ്യസ് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് IC-യെ കുറിച്ചുള്ള ധാരണ, ഒരു പെൺകുട്ടി വന്നവരോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ കൃത്യമായി ഇങ്ങനെ ഒരു IC സംവിധാനമുണ്ട്, അതിൽ പരാതിപ്പെടാം, അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് സിനിമയിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള, കഴിഞ്ഞ 5 വർഷമായി മലയാള സിനിമാ മേഖലയിലുള്ള വിൻസി എന്ന പ്രധാനപ്പെട്ട നടിക്ക് തന്നെയും അക്കാര്യത്തിലൊരു കോൺഫിഡൻസ് ഇല്ല എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ ഈ ഫിലിം ബോഡികൾക്കൊക്കെ, ഫിലിം ചേംബറിന്, അമ്മയ്ക്ക് ഒക്കെ പരാതി കൊടുത്തു. ആ പരാതിയുടെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. ആ പരാതി ഗൗരവപൂർണ്ണമായി പരിഹരിക്കുന്നതിന് പകരം അതിന്റെ പേരിൽ വിവാദമാണ് ഉണ്ടായത്. അതിൽ അവർ വലിയ തോതിൽ ഖിന്നയാണ്. അപ്പോൾ പരാതി പറഞ്ഞ ഒരാൾക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണോ അവർക്ക് കിട്ടിയതെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്. അല്ല, അത് ശരിയാണ്. അതിൽ ഞാൻ കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യുന്നു. കാരണം ഒരു കാരണവശാലും അവൾ മുന്നോട്ട് വെച്ചിട്ടുള്ള, അവളുടെ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ലായിരുന്നു. അത് ഏത് രീതിയിലാണ് പുറത്തു വന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. അപ്പം നമ്മളത് തീർച്ചയായിട്ടും അത് പരിശോധിക്കുക തന്നെ ചെയ്യും. കാരണം IC-യിലും അതേപോലെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലും വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അഭിലാഷൻ ആദ്യം പറഞ്ഞതുപോലെ IC-യെ പറ്റി പലപ്പോഴും പ്രൊഡക്ഷനിൽ IC ഉണ്ടെങ്കിൽ പോലും പലർക്കും അറിയില്ല എന്നുള്ളതൊരു സത്യമാണ്. മാത്രവുമല്ല, IC നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ പോലും IC-യിലെ മെമ്പേഴ്സ്, IC-യിൽ ഇന്ന ആളുകൾ മെമ്പേഴ്സ് ഉണ്ട് എന്ന് പറയുന്ന മെമ്പേഴ്സിന് പോലും ചില സമയത്ത് അവർ IC മെമ്പേഴ്സ് ആണെന്നുള്ളത് അറിയണമെന്നില്ല. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊഡക്ഷനിലുള്ള മറ്റംഗങ്ങളെ അറിയിക്കാറില്ല. ഇപ്പൊ വിൻസിയുടെ കേസിലും അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. അവർക്ക് കൃത്യമായിട്ട് ഇന്ന ആളുകളാണ് കമ്മിറ്റിയിൽ ഉള്ളത് എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. IC-യെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ അവർക്കില്ലായിരുന്നു. അതെല്ലാം അവർ പറയേണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക, അവർ പരാതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും IC അത് പരിശോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. 21-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിന് 21-ാം തീയതി തന്നെ മോണിറ്ററിംഗ് കമ്മിറ്റിയും മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പം ഇതിലൊരു വളരെ ഗൗരവമായി ഇത് കാണും. ആ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ, സ്ത്രീകൾക്ക് എന്നല്ല ആർക്കും തന്നെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് പുറത്തു പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം തൊഴിലിനെ ബാധിക്കുന്നതാണ്. യാതൊരു കോൺട്രാക്റ്റും ഇല്ലാതെ ജോലി ചെയ്യുന്നവരാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട നടനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഈ ഒരു സാഹചര്യത്തിൽ വിൻസി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പരാതി എന്ന് പറയുന്നത് വളരെ ഹിസ്റ്റോറിക്കലി തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരാതിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.